നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഈ ദാവൂദ് ഇബ്രാഹിമിന്റെ സ്വത്ത് വകകളെല്ലാം തന്നെ ലേലത്തിന് വെച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ സ്വത്തുക്കൾ മാത്രം. ലേലത്തിന് പങ്കെടുത്ത എല്ലാവർക്കും വധഭീഷണി ഉണ്ടായിട്ടും പൊന്നും വില കൊടുത്ത ദാവൂദ് ഇബ്രാഹിമിന്റെ സ്വത്തുക്കളെല്ലാം ഒരു അഭിഭാഷകൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. അതും 1300 മടങ്ങ് വില കൊടുത്താണ് ഇതെല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തിനാണ് ഇത്തരത്തിൽ 1300 മടങ്ങ് വില കൊടുത്ത് സ്വന്തമാക്കിയതിന്റെ കാരണം വിശദീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഭിഭാഷകൻ മാത്രമല്ല, അഭിഭാഷകനും ശിവസേന നേതാവും കൂടിയാണ് അജയ് ശ്രീവാസ്തവ. 2001 മുതൽ ദാവൂദിന്റെ സ്വത്തുവകകൾ ലേലത്തിൽ പിടിക്കുന്ന അജയ് ശ്രീവാസ്തവ ഇക്കുറി 10,000 രൂപ മാത്രം അടിസ്ഥാന വില വരുന്ന സ്ഥലമാണ് 2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയത്. ദാവൂദിന്റെ മുംബൈയിലെയും രത്നഗിരിയിലെയും 4 സ്വത്ത് വകകളാണ് ലേലത്തിന് വെച്ചത്. 2001 ദാവൂദിന്റെ സ്വത്തുക്കൾ ആദായ നികുതി വകുപ്പ് ലേലം ചെയ്യുന്നതായും ഭയം കാരണം ആരും ഇത് വാങ്ങാൻ തയ്യാറാകുന്നില്ല എന്നും പത്രവാർത്ത അജയ് ശ്രീവാസ്തവയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു ഭീകരനെതിരെ താൻ മുന്നോട്ട് വന്നാൽ ദാവൂദിനോട് ആളുകൾക്കെതിരെയുള്ള ഭയം മാറുമെന്ന് കരുതിയാണ് താൻ ലേലത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് എന്നാണ് അജയ് ശ്രീവാസ്തവ പറയുന്നത്. ദാവൂദ് ഇബ്രാഹിമിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സ്വത്തുക്കൾ ലേലത്തിൽ വാങ്ങിക്കൂട്ടുന്നത് എന്നും ഡൽഹിയിലെ അഭിഭാഷകനായ അജയ് പറയുകയാണ്. ദാവൂദിനെ എനിക്ക് തോൽപ്പിക്കണം. ദാവൂദ് എവിടെയൊക്കെ താമസിച്ചുവോ അവിടെയെല്ലാം എനിക്ക് താമസിക്കണം. അജയ് ആണ് ഇക്കാര്യം പറഞ്ഞത്. 15,000 രൂപ അടിസ്ഥാന വിലയുള്ള സ്ഥലം 1300 മടങ്ങ് വില കൊടുത്ത് 2 കോടി രൂപയ്ക്കാണ് ലേലത്തിൽ സ്വന്തമാക്കിയത്. മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ ഭൂമി 1976 സ്വത്ത് കണ്ടുകെട്ടൽ ആക്ട് പ്രകാരമാണ് ലേലത്തിൽ വെച്ചത്. 171 ചതുരശ്ര മീറ്റർ ഭൂമി ഇത്രയും വില കൊടുത്ത് വാങ്ങിയത് ജ്യോതിഷ പ്രകാരമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 2001 ആദ്യമായി ദാവൂദിന്റെ സ്വത്തുക്കൾ ലേലത്തിൽ വാങ്ങിയത്. മുംബൈയിലെ നാഗ്പാഡയിൽ ദാവൂദിന്റെ ഉടമസ്ഥയിലുള്ള 2 കടകൾ ഇയാൾ സ്വന്തമാക്കിയിരുന്നു. ഇതിനെതിരെ ദാവൂദിന്റെ സഹോദരി ഹസീന പാർക്കറിന്റെ മകൾ കേസ് നൽകുകയും ചെയ്തിരുന്നു. അന്ന് ദാവൂദിന്റെ പേരിലുള്ള 2 കടകളാണ് ശ്രീവാസ്തവ ലേലത്തിൽ പിടിച്ചത്. പക്ഷേ അവയുടെ ഉടമസ്ഥാവകാശത്തിന്റെ പേരിൽ ദാവൂദിന്റെ സഹോദരി ഹസീന പാർക്കറുടെ മകളുമായുള്ള കേസ് നിലനിൽക്കുകയുമാണ്. ശ്രീവാസ്തവയ്ക്ക് അനുകൂലമായി 2011 മുംബൈയിലെ കോടതിയുടെ വിധി വന്നുവെങ്കിലും ഇതിനെതിരെ ഹസീനയുടെ മകൾ ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ദാവൂദിന്റെ സ്വത്തുക്കൾ വാങ്ങിയതിനു ശേഷം 11 വർഷത്തോളം തനിക്ക് Z+ സുരക്ഷയാണ് ഒരുക്കിയത് എന്ന് ശ്രീവാസ്തവ പറയുന്നു. 3-4 വർഷം മുൻപ് ദാവൂദിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മുഖേന എന്നെ ബന്ധപ്പെട്ടിരുന്നു. സ്വത്ത് തിരിച്ചു നൽകിയാൽ എത്ര പണം വേണമെങ്കിലും തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഞാനത് നിഷേധിച്ചു. കാരണം പണം സമ്പാദിക്കലായിരുന്നില്ല എന്റെ ലക്ഷ്യം. താൻ ദേശഭക്തി പ്രകടിപ്പിക്കുകയാണ് ഇതിലൂടെ എന്നാണ് ശ്രീവാസ്തവ പറയുന്നത്. 2020 ദാവൂദ് ജനിച്ച ബംഗ്ലാവും ഇയാൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വാങ്ങിയ സ്ഥലം ആ ബംഗ്ലാവിന് അടുത്തുമാണ്. അതിനു ചുറ്റുമുള്ള സ്ഥലമെല്ലാം നേരത്തെ വാങ്ങിയിരുന്നു. ഈ ചെറിയ സ്ഥലം മാത്രമായിരുന്നു അന്ന് കിട്ടാതിരുന്നത്. ഈ സ്ഥലം മറ്റാരെങ്കിലും ലേലത്തിൽ വാങ്ങിയാൽ മൊത്തം സ്വത്തുക്കളുടെ മൂല്യം നഷ്ടമാകുമെന്നും അജയ് ശ്രീവാസ്തവ പറഞ്ഞിരുന്നു. ദാവൂദ് ഇബ്രാഹിമിന്റെ ബാല്യകാലം ചിലവഴിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മഹാരാഷ്ട്രയിലെ സ്വത്തുക്കളാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം ലേലത്തിന് വെച്ചത്. കള്ളക്കടത്തുകാർക്കും വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിക്കുന്നവർക്കും എതിരെയുള്ള നിയമപ്രകാരം കണ്ടുകെട്ടിയ സ്വത്തുക്കളാണ് ഇത്. 4 വസ്തുവകകളാണ് ലേലത്തിൽ വെച്ചത്. ഇതിൽ 2 ലേലമൊന്നും ലഭിച്ചില്ല. മുൻ ശിവസേന നേതാവും അഭിഭാഷകനുമായ ശ്രീവാസ്തവയാണ് 2 കോടി രൂപയ്ക്ക് ഒരു ഭൂമി വാങ്ങിയത്. അധോലോക കുറ്റവാളികളുടെ സ്ഥലം വാങ്ങാനുള്ള കാരണം ഈ പ്ലോട്ടിന്റെ സർവേ നമ്പറും ന്യൂറോളജി അനുസരിച്ച് തനിക്ക് അനുകൂലമായ ഒരു നമ്പറും ഒന്നായതാണ് എന്ന് അജയ് ശ്രീവാസ്തവ പറയുന്നു. ഈ സ്ഥലത്ത് സനാതന പാഠശാല, അതായത് മർദ്ദ പാഠശാല തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ലേലത്തിന് ശേഷം ഇയാൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ദാവൂദ് ഇബ്രാഹിമിന്റെ ജന്മസ്ഥലമായ മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ 4 വസ്തുവകകളും വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു. നവംബർ മുതലുള്ള ധനകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് പ്രകാരമാണ് ലേലം നടത്തിയത്. ഇനി ദാവൂദിന്റെ ഖബറിടം കൂടി ലേലത്തിൽ വെക്കുകയാണെങ്കിൽ അതും താൻ സ്വന്തമാക്കുമെന്ന കാര്യവും കഴിഞ്ഞ ദിവസത്തെ ലേലത്തിന് ശേഷം ഇയാൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. മലയാളി വാർത്ത പ്ലസ്. Like, share and subscribe.